ഞാൻ ആയത്തുകൾ തന്നെ പറയാൻ കാരണം പരമാവധി തലയിൽ കയറട്ടെ എന്ന് കരുതിയിട്ടാണ്. സംഭവങ്ങൾ പറയുമ്പോൾ അതിൻ്റെ സ്വീകാര്യതയോ അതിൻ്റെ പ്രാമാണികതയോ ഒക്കെ കുറേ ചോദിച്ചേക്കാം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും സംശയിക്കേണ്ടതില്ല. മഹാന്മാരെഴുതി വെച്ച നമ്മളെ സമുദ്ധരിക്കാൻ വേണ്ടി അവരെഴുതി വെച്ച ചരിത്രങ്ങൾ, അവരെഴുതി വെച്ച സംഭവങ്ങൾ, അതൊക്കെ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. തഫ്സീർ ഗ്രന്ഥങ്ങളിലും അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ എഴുതി വെച്ച ചരിത്രങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും വിഷമല്ല. പക്ഷേ ഖുർആനിൻ്റെ നേരിട്ടുള്ള ആയത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ അതെന്തായാലും പിന്നെ ഒരു കുട്ടിക്കും സംശയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്രയും സമയം അത് തന്നെ പറഞ്ഞത്. ഇനിയും പറയാനുണ്ട് കുറേ ഭാഗങ്ങൾ. സൂറത്തുൽ മുത്തഫിഫീനയിലുണ്ട്, സൂറത്തുൻ നബയിലുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഭാഗത്തും. പ്രത്യേകിച്ച് താഴെ ഒരു 3 ജുസ് ഇങ്ങോട്ട് മറിച്ചാൽ നരകവും സ്വർഗവും തന്നെയുള്ളൂ. പരലോകമാണ്, ആകെ പരലോകമാണ്. അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം കൊണ്ട് തരാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ സ്കൂൾ ഓഫ് ഖുർആനിലേക്ക് വരിക. സ്കൂൾ ഓഫ് ഖുർആൻ ഈ പള്ളിയിൽ നടത്തി വരുന്നു. അതിൻ്റെ കീഴിലാണ് ഈ ക്ലാസ്. 6.5 വർഷത്തോളമായി ആ ക്ലാസ് ഇവിടെ ആരംഭിച്ചിട്ട്. ഇപ്പോഴും അതിലെത്തിപ്പെടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പുതുമുഖങ്ങളോട് ഞാൻ ഉണർത്തുന്നു, എല്ലാ ഞായറാഴ്ചയും സുബഹി നിസ്കാരാനന്തരം നടക്കുന്ന 1.25 മണിക്കൂർ മാത്രമുള്ള ക്ലാസ്, കൂടുതലില്ല, ആകെ 1.25 മണിക്കൂർ, അത്രേ ആ ക്ലാസ് ഉള്ളൂ. അതിൽ വരാൻ കഴിയുന്നവർ സുബഹിക്ക് പങ്കെടുക്കണം. അതിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അത് അവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ കിട്ടും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ആഴ്ചതോറും ഇതിങ്ങനെ കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ ഒടുക്കും പോകാമെന്നില്ല. ആഴ്ചതോറും കേൾക്കണം. ഇതിൻ്റെ വീര്യം കുറയരുത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ കേട്ടു, ഇനിയിപ്പോൾ അടുത്തല്ല അയാൾ കേൾക്കുക, അടുത്ത മുമ്പിന്, പിന്നെ അത് ഭയങ്കര പ്രയാസമാണ്. നബി തങ്ങളുടെ ഉത്ബോധനം എങ്ങനെയായിരുന്നു? എല്ലാ ആഴ്ചയും ഞങ്ങൾ ഉത്ബോധിപ്പിക്കുമായിരുന്നു എന്നാണ് ഹദീസിലുള്ളത്. കാരണം യുദക്യൂന, എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ഉത്ബോധിപ്പിക്കുമായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമുള്ള ആ ഒരു ഉത്ബോധനം അത് വളരെ ഉപകാരപ്പെടും. നിങ്ങളൊക്കെ ആ ക്ലാസ്സിനെത്തണം എന്ന് പ്രത്യേകം ഉണർത്താൻ ഞാൻ പറഞ്ഞു വന്നത്. ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇയാളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിരാവിലെ റസൂലുള്ള ഇയാളെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ, റസൂലുള്ള ഇയാളെ പുരയിലേക്ക് കയറി ചെല്ലാൻ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇയാൾ തലേന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. കാരണം ഇയാളുടെ പ്രശ്നം എന്താ? ഈ പ്രശ്നമാണ്, പടച്ചോനെ നാളെ എൻ്റെ ഹബീബ് എൻ്റെ വീട്ടിൽ വരുമല്ലോ, എന്തിനാ വരുന്നത് എന്ന് ഇയാൾക്ക് ചിന്തിക്കാൻ വയ്യ. കാരണം എന്തിനാ വരുന്നത്? നരകത്തെ തൊട്ട് ആശ്വസിപ്പിക്കാൻ. നരകം എന്ന് ആലോചിക്കുമ്പോഴേക്ക് ഇയാൾ പിടുത്തം വിടുക. അപ്പൊ നബി വരാന്ന് പറഞ്ഞത് ഇയാൾക്ക് പുതിയ ടെൻഷനായി മാറി. കാരണം നരകത്തെ തൊട്ട് ആശ്വസിപ്പിക്കാനാണല്ലോ നബി വരുന്നത്. അപ്പോഴേക്ക് ഇയാളുടെ മനസ്സിൽ നരകം എന്ന് വരികയാണ്. നരകം എന്ന് വന്നു കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെക്കുറിച്ച് പറഞ്ഞ ആ ചിത്രം, പടച്ചോനെ അന്ന് നരകത്തിലെ തീപ്പൊരി പറക്കുന്ന ആയത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നത്, നരകത്തിലേക്ക് ആപ്പതിച്ച കല്ലിന്റെ ശബ്ദം റസൂലുള്ള ഗൗരവത്തോടെ ഉണർത്തിയത്, ഈ ചിത്രങ്ങളൊക്കെ ഇയാൾക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. പടച്ചോനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. അതിരാവിലെ റസൂലുള്ള അതാ കയറി വരുന്നു. റസൂലുള്ള കയറി വരുമ്പോ ഈ കൂട്ടുകാരൻ അല്ലാഹുവിന്റെ ഹബീബ് കയറി വരുമ്പോ അതാ ആ സന്തോഷം കൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ വരുന്നു റസൂല്. അതോടൊപ്പം തന്നെ എന്നെ സമാധാനിപ്പിക്കാൻ വരുന്നത് കത്തിയാളുന്ന നരകത്തെ തൊട്ടാണ്. പടച്ചോനെ, കത്തിയാളുന്ന നരകത്തെ തൊട്ട് എന്നെ സമാശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയും? അല്ലാഹുവിന്റെ ഹബീബിന് കഴിയോ? കാരണം ആ ഹബീബല്ലേ എനിക്ക് നരകത്തിന്റെ വളരെ ഗൗരവമുള്ള ചിത്രങ്ങൾ പറഞ്ഞു തന്ന് എന്നെ പേടിപ്പിച്ചതാ ഹബീബല്ലേ. ബേജാറോടെ കടന്നു വരുന്ന ഹബീബിന്റെ അടുത്തേക്ക് മുറ്റത്തേക്ക് അങ്ങ് എടുത്തു ചാടി ഓടിച്ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടി ഇങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലമാൻ അല്ലമാൻ. ഫഅതനഖഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഖറ മയ്യിതാ. സുബ്ഹാനല്ലാഹ്. ഓടി അങ്ങ് ചെന്നു, അണഞ്ഞുകൂടി അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങ് പിടിച്ചു, ആലിംഗനം അങ്ങ് ചെയ്തു, കൂട്ടി ഇങ്ങ് പിടിച്ചിട്ട് ഈ സഹോദരൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാൻ, യാ റസൂലല്ലാഹ് അല്ലമാൻ അല്ലമാൻ, നബിയേ ഈ പാവത്തെ രക്ഷിക്കണം നബിയേ, ഈ പാവത്തെ രക്ഷിക്കണം നബിയേ, ഞാൻ നരകത്തിലേക്കാണ്, എന്നെ രക്ഷിക്കണം നബിയേ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തില് തിരുബോഡിയില് ആഞ്ഞു പിടിച്ചിട്ടുണ്ട്, മുറുക്കി പിടിച്ചിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കൈകൾ പതുക്കെ പതുക്കെ അഴഞ്ഞു, പതുക്കെ പതുക്കെ അങ്ങനെ ലൂസാകാൻ തുടങ്ങി. അതാ വഖറ മയ്യിത്താ, മലർന്നങ്ങ് വീണൂട്ടെ, മയ്യിത്തായി വീണതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുനിഞ്ഞു നിന്ന് അയാളുടെ നെഞ്ചത്ത് തൊട്ടു നോക്കി. വഹുവ ലാ യതഹറക് വലാ യതനഫസ്, ഇല്ല, അവർ ശ്വസിക്കുന്നില്ല, നാഡീമിടിപ്പുകൾ അവസാനിപ്പിച്ചിരിക്കുന്നു, ഹൃദയമിടിപ്പ് അവസാനിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ
കണ്ണീരിൽ കുതിർന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജഹിസൂ സ്വാഹിബക്കും ഫഇന്നൽ ഖലഖ മിനന്നാർ ഖദ് ഫലദ കബിദ. നിങ്ങളുടെ കൂട്ടുകാരനെ സംസ്കരിക്കാൻ നോക്ക്, നിസ്കരിക്കാൻ നോക്ക്, കുളിപ്പിക്കാൻ നോക്ക്, കഫൻ ചെയ്യാൻ നോക്ക്, നിസ്കരിക്കാം, നമുക്കവനെ മറമാടാം. ഫഇന്നൽ ഖലഖ മിനന്നാർ ഖദ് ഫലദ കബിദ. നരകത്തെക്കുറിച്ചുള്ള വിഭ്രാന്തി അയാൾക്ക് അറ്റാക്കാക്കിയിരിക്കുകയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അറ്റാക്കായി പോയ ആള് എന്താ പ്രശ്നം? നരകത്തെക്കുറിച്ച് ചിന്തിച്ചതാണ്, നരകത്തെ പേടിച്ച് കരഞ്ഞതാ. സുഹൃത്തെ, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ നരകത്തെക്കുറിച്ചൊരു പേടി നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? നല്ലോണം ചിന്തിക്കണം. റഹ്മുർ-റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഇത്രയും ദിവസം ഈ പള്ളിയിൽ ഇവിടെ ഒരുമിച്ച് കൂടി റബ്ബേ, പൊള്ളുന്ന ചർച്ചയാണ് ഞങ്ങൾ ഇന്ന് ചെയ്തത്. അല്ലാഹ്, ഇതൊരിക്കലും സഹിക്കാൻ കഴിയുന്നവരല്ല ഞങ്ങൾ, ഒരിക്കലും ഇത് സഹിക്കാനും ഓർക്കാനും കഴിയുന്നവരല്ല. റബ്ബേ, ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനേ, ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനേ, ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനേ, ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനേ. പഠിച്ചവനെ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണ്, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഖബറിലുള്ളവരുണ്ട്, ഞങ്ങളുടെ മക്കൾ ഖബറിലുള്ളവരുണ്ട്. അപ്പേ, ഞങ്ങളിൽ മരിച്ചുപോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണം റഹ്മാനേ, സന്തോഷമാക്കണം റഹ്മാനേ. പഠിച്ചവനെ, നാളെ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ഖബറിൽ നിന്ന് നാളെ നരകത്തിലിട്ട് ശിക്ഷിക്കരുത് റഹ്മാനേ. പഠിച്ചവനെ, നാളെ പുനരുത്ഥാന ശേഷം വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിലെ തീ, ആ നരകത്തിലെ തീ കത്തിച്ചു റെഡിയാക്കുന്നത്, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് അന്നാസു വൽ ഹിജാറ, എന്നെ പോലെ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരെ, വൽ ഹിജാറ, കല്ലുകളെയുമാണ്, കല്ലുകളെയും മനുഷ്യന്മാരെയുമാണ് നരകത്തിൽ കത്തിക്കുന്നതെന്ന് പറയുമ്പോൾ അത് വളരെ ബേജാറുള്ള സംഗതിയാണ്. നാളെ കത്തിക്കുന്നത് നരകത്തിൽ കല്ലുകളെയും മനുഷ്യരെയുമാണ്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യ മക്കൾ ഞാനും നിങ്ങളും ആകുമെന്ന് ബേജാറാവണം. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, യൂഖദു അലൈഹാ അൽഫാ മിൻ ഹത്ത ബിയല്ലത്ത് ثم يوقد عليها ألفا من يوقد عليها ألفا من حتى احمرت ثم يوقد عليها ألفا من حتى بيضت ثم يوقد عليها ألفا من حتى اسودت. നരകത്തിലെ തീയ് കത്തിച്ച് കത്തിച്ച് 1000 കൊല്ലം കത്തിക്കുമ്പോ നരകത്തിലെ തീയ് ചുവന്ന് തുടുത്തു നിൽക്കും. സദഖ റസൂലുള്ളാഹി. പിന്നെയും 1000 കൊല്ലം കത്തിക്കുമ്പം വെളുത്തുരുണ്ട് നിൽക്കും. സദഖ റസൂലുള്ളാഹി. പിന്നെയും 1000 കൊല്ലം കത്തിക്കുമ്പോ നരകത്തിലെ തീയ് കറുകറുന്നനെ കറുത്ത കരിക്കട്ട പോലെ കറുത്തിരിക്കും. സദഖ റസൂലുള്ളാഹി. ഇമാം റാസി ഈ തഫ്സീർ എടുത്തത് കാണാം, ഈ ഹദീസ് തന്റെ തഫ്സീറിൽ എടുത്ത് ഉദ്ധരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് സംബന്ധമായൊരു മറ്റൊരു സംഭവവും കൂടെ കാണാം വേറെ സിയറിന്റെ കിതാബുകളിൽ. റസൂലുള്ളാഹി തങ്ങള് ഈ സംഭവം ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ, നരകത്തിന്റെ ചൂട് ഇത്രയും ഗൗരവാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ആ പറഞ്ഞതൊക്കെ ശരിക്കും ബോധ്യപ്പെടണം. ആദ്യം കത്തിക്കുമ്പോൾ ചുവപ്പ്, നമുക്ക് അത്ഭുതമൊന്നുമില്ല, നമ്മൾ കാണുന്ന തീയ് ഒരു ചുവപ്പ് കളറാ, ഒരു മഞ്ഞ കളറാ. എന്നാൽ അവിടുന്ന് വിട്ടാ പിന്നെ വെളുപ്പാ. ഈ കാണുന്നത് പ്രകാശം, ഇത് തീയല്ല, ഇത് പ്രകാശാണ്, ബൾബിന്റെ ലൈറ്റാണ്.